പൊതുമേഖലയുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഓഫീസർമാരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 514 ഒഴിവുകളാണ് ഉള്ളത്. അതിലേക്ക് താല്പര്യമൊക്കെ ഓൺലൈനായിട്ട് 2026 ജനുവരി 5 വരെ അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇതിലേക്ക് ഏജ് ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് 2025 നവംബർ 1 അടിസ്ഥാനമാക്കിയാണെന്ന കാര്യം മനസ്സിലാക്കുക. വേക്കൻസികൾ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ക്രെഡിറ്റ് ഓഫീസർ SMGS 4 എന്ന ഗ്രേഡാണ്. അതിലേക്ക് 36 വേക്കൻസികളുണ്ട്. അതിലേക്ക് 30 മുതൽ 40 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അടുത്ത MMGS ക്രെഡിറ്റ് ഓഫീസർ MMGS 3 എന്ന ഗ്രേഡിലേക്ക് 60 വേക്കൻസികളാണുള്ളത്. അതിലേക്ക് 28 മുതൽ 38 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അടുത്ത ക്രെഡിറ്റ് ഓഫീസർ MMGS 2 എന്ന കാറ്റഗറിയാണ്. അതിലേക്ക് 418 ഒഴിവുകളുണ്ട്. അതിലേക്ക് 25 മുതൽ 35 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. വേണ്ട യോഗ്യത എന്നുള്ള 60% മാർക്കോടെയുള്ള അംഗീകൃത സർവകലാശാല ബിരുദമാണ്. ഏതെങ്കിലും വിഷയത്തിലായാൽ മതിയാവും. SC/ST കാണ്ടേരാണെങ്കിൽ 55% മാർക്ക് മതിയാവും. അതോടൊപ്പം എക്സ്പീരിയൻസ് വേണം. ആദ്യം പറഞ്ഞ ഗ്രേഡ് SMGS 4 എന്ന ഗ്രേഡിലേക്ക് 8 വർഷവും MMGS 3 എന്ന ഗ്രേഡിലേക്ക് 5 വർഷവും MMGS 2 എന്ന ഗ്രേഡിലേക്ക് 3 വർഷവും പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. അതേപോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ടാവും. അതിനുശേഷം ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ. അതിനുവേണ്ടി കേരളത്തിൽ 2 സെൻ്ററുകളുണ്ട്. എറണാകുളവും തിരുവനന്തപുരം എക്സാമിനേഷൻ സെൻ്ററാണ് എന്ന കാര്യം മനസ്സിലാക്കുക. ഇനി നമുക്ക് എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുന്ന വെച്ചാൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റായ www.bankofindia.bank.in എന്ന സൈറ്റിലെ ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാണ്. ഈ സൈറ്റ് വഴി വേണം നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത്. അപേക്ഷിക്കാൻ ആദ്യം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഫീസ് അടയ്ക്കുക. ബാക്കി ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ പൂർണ്ണമായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിലേക്ക് അപേക്ഷാ ഫീസുണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ 850 രൂപയാണ് അപേക്ഷാ ഫീസ്. SC/ST ഡിസബിലിറ്റി ഉള്ളവർക്കും 175 രൂപ മതിയാവും. താല്പര്യമുള്ളവരെ www.bankofindia.bank.in സൈറ്റ് വഴി ജനുവരി 5 വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. താല്പര്യമുള്ളൊരു അവസരം പരമാവധി വിനയപ്പെടുത്തുക. താങ്ക് യു.